ഹംസ എന്ന സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറയും റളിയല്ലാഹു അൻഹു. അത്രയേറെ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ഹംസ. റസൂലിന് അത്ര പ്രിയപ്പെട്ടവനായിരുന്നേ. റസൂലിന്റെ വലങ്കയ്യായിരുന്നു. റസൂൽ അദ്ദേഹത്തെ വിളിച്ചതുപോലും ഹംസത്തുൽ ഖറാർ എന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് വിഷനിറച്ച അമ്പ് കൊണ്ട് വധിച്ച വഹിഷിയുടെ പേര് കേൾക്കുമ്പോ നമ്മൾ പറയുന്ന വാക്കെന്താണ്? റളിയല്ലാഹു അൻഹു. വഹിഷിക്കത് ചെയ്യേണ്ടി വന്നത് വഹിഷിയുടെ ബോസായിരുന്ന ഹിന്ദിന് വേണ്ടിയിട്ടാണ്. പിന്നെ സംഭവിച്ചതൊക്കെ നമുക്കറിയാം. ഹിന്ദെങ്ങനെയാണ് ആ പ്രതികാരം തീർത്തത് എന്ന്. എത്രമേൽ വലിയ പകയുടെ മിനാരമായിരുന്നു ഹിന്ദ് എന്ന് നമുക്കറിയാം. ഹിന്ദ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വരുന്നൊരു വരവുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി അവരോട് പറയണത്, ഹിന്ദ്, ഞാൻ നിങ്ങൾക്ക് ഷഹാദത്ത് ചൊല്ലിത്തരാം, ഞാൻ തന്നെ ചൊല്ലിത്തരാം. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവിന്റെ ദീനാണ്, നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന വാതിലാണ്. പക്ഷേ എനിക്ക് ഹിന്ദിനോട് മാത്രമായി ഒരു അഭ്യർത്ഥനയുണ്ട്. എന്റെ മുന്നിലേക്ക് വരുമ്പോ മുഖം മറച്ചിട്ട് വരണം. അത്രയോ, എന്റെ മുന്നിലേക്ക് വരുമ്പോ മുഖം മറച്ചുകൊണ്ട് വരണേ. നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരും.